ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 13-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് 14-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. ആദ്യം ഒന്ന് ചൊല്ലാം. സർവവിദ്ഭാനുർവിശ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിധവ്യംഗോ വേദാംഗോ വേദവിത് കവി. സർവഗഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തിനും എല്ലാം സർവഗഹ ഗച്ഛതി എല്ലാ സ്ഥലത്തും എത്തിച്ചേരുന്നവൻ എന്ന അർത്ഥത്തിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഒരർത്ഥമാണ് നമുക്ക് കാണാൻ കഴിയുക. എന്താണെന്ന് നോക്കാം. ഭഗവാൻ ധാരയൻ സംഹൃതാൻ സർവാൻ ഗച്ഛതി. ധാരയൻ ഭഗവാൻ ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചുമക്കുന്നു, വഹിക്കുന്നു, അതായത് സപ്പോർട്ട് ചെയ്യുന്നു, താങ്ങി നിർത്തുന്നു. ഇതിന് സൃഷ്ടിക്കപ്പെട്ട സാധനത്തിനെല്ലാം തന്നെ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ഇതിൽ മുമ്പത്തെ അതായത് 13-ാം ശ്ലോകത്തിലെ നമ്മൾ ഈ അവസാനത്തെ നാമം, അതായത് മഹാതപാഹ, ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ ഭഗവതഃ ചതുർവ്യൂഹ അസ്തി. ഭഗവാന് 4 ചതുർവ്യൂഹം. വ്യൂഹം എന്ന് പറയുന്ന അതായത് ഭഗവാന്റെ രൂപങ്ങൾ, വ്യൂഹം ഉണ്ട്. വ്യൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭഗവാന്റെ അവതാരങ്ങളാണ്, അതിനെയാണ് കാണിക്കുന്നത്. ഭഗവാൻ ഇവിടെ 4 രൂപങ്ങളുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ മഹാതവാഹ എന്ന് പറഞ്ഞ അവസരത്തിൽ അത് ഭഗവാന്റെ ബ്രഹ്മരൂപമായ പരമ്പൊരുൾ രൂപമായ അല്ലെങ്കിൽ സർവത്തിനും മുകളിൽ ഈ പ്രപഞ്ചശക്തിയായിട്ട് വിരാജിക്കുന്ന ബ്രഹ്മരൂപം, അത് വാസുദേവൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ആ വാസുദേവന് ആ പരമപുരുഷൻ, അതായത് ലോർഡ് വിഷ്ണു, ഭഗവാൻ വിഷ്ണു തന്നെ, അദ്ദേഹത്തിന് മറ്റ് 3 രൂപങ്ങളും, അതായത് വാസുദേവനിൽ നിന്നും 3 രൂപങ്ങളുണ്ടാകുന്നു. വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ബ്രഹ്മരൂപം, സകല സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മരൂപം. അതിൽ നിന്നുണ്ടാകുന്ന 3 രൂപങ്ങൾ, ഒന്ന് പ്രത്യുമ്നൻ, മറ്റൊന്ന് അനിരുദ്ധൻ, പിന്നെയുള്ളത് സംഘർഷണമൂർത്തി. അപ്പോൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകല സാധനങ്ങളും, ഈ പ്രപഞ്ചം മൊത്തം കൽപ്പാന്തത്തിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു? തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു, അഥവാ സംഹരതി. അപ്പോൾ ഇവിടെ ധാര എന്ന് പറഞ്ഞാൽ വഹിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്നു, സ്ഥിതി അതിനെ സ്ഥിതി പാലിക്കുന്നു ഭഗവാൻ. അതിന് സപ്പോർട്ട് എന്ന് പറയുന്നത് അത് താങ്ങി നിർത്തുന്ന അർത്ഥം, അല്ലെങ്കിൽ അതിനെ സംരക്ഷിച്ച് നിർത്തുന്നു എന്നർത്ഥം. പിന്നീടോ അവസാനം എന്ത് ചെയ്യപ്പെടുന്നു? ഇതിനെ മുഴുവനും ഭഗവാൻ സംഹരിക്കപ്പെട്ടത്. ഇതിനെ സംഹരിക്കുന്നു എന്നുള്ള, സംഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കൽ എന്നല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. സൃഷ്ടിക്കപ്പെട്ട സാധനം തന്നെ ഭഗവാൻ തന്നിലേക്ക് തന്നെ ലയനം ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് പ്രളയം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഭഗവാൻ ചെയ്യുന്നത്? ഭഗവാൻ എങ്ങനെ എത്തിക്കുന്നു? ഈ സൃഷ്ടിക്കപ്പെട്ടതിനെ താങ്ങി നിർത്തുകയും അതിനുശേഷം അവസാനമായി എന്ത് ചെയ്യുന്നു? തന്നിലേക്ക് തന്നെ വലിച്ചെടുക്കുന്നതർത്ഥം, ലയിപ്പിക്കുന്നതർത്ഥം. സംഹൃതാൻ എല്ലാതിനെയും സംഹരിക്കുന്നത് പറഞ്ഞാൽ തന്നിലേക്ക് ലയിപ്പിക്കുക എന്നർത്ഥം. സംഹരതി, അങ്ങനെ സംഹരിക്കപ്പെട്ടതാ. അപ്രകാരം എങ്ങനെ ചെയ്യുന്നു? എല്ലാത്തിൻ്റെ അടുത്തും ഭഗവാൻ എത്തിച്ചേരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ സംഹാരമൂർത്തിയായിട്ട് നിലകൊള്ളുന്ന ആരാണെന്ന് വെച്ചാൽ ഭഗവതക സംഘർഷണ രൂപം, ഭഗവാന്റെ അവതാരമായിട്ടുള്ള സംഘർഷണ മൂർത്തി രൂപത്തിലാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? എല്ലാത്തിനെയും സംഹരിക്കുന്നു, തന്നിലേക്ക് തന്നെ സൃഷ്ടിക്കപ്പെട്ടതിനെ മുഴുവനും
തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നത്, അഥവാ പ്രളയം ഉണ്ടാക്കുന്നത് എന്നർത്ഥം. പിന്നെയോ സർവവിത്ത് ഭാനുഹു. സർവവിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സർവജ്ഞൻ എന്നുള്ളതിലാണ് നമ്മൾ സാധാരണഗതിക്ക് പറയാറുള്ളത്. എല്ലാം അറിയുന്നതാണ് സർവവിത്ത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളെയും വീണ്ടും നേടുന്നവൻ എന്ന അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് സംഘർഷണമൂർത്തി സ്വരൂപത്തിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു? എല്ലാത്തിനെയും സംഹരിക്കുന്നു എന്ന് പറഞ്ഞു. സർവഗഹ, എല്ലാ സ്ഥലത്തും എത്തിച്ചേരുന്നവൻ. യഹ സർവം ഗച്ഛതി, എല്ലാത്തിൻ്റെ അടുത്തേക്കും എത്തിച്ചേർന്നവൻ. ഇവിടെ സർവവിത്ത് എന്ന് പറയുന്ന അവസരത്തിൽ ഈ സംഹരിക്കപ്പെട്ട സാധനങ്ങൾ മുഴുവൻ തന്നെ, ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭഗവാൻ വിഴുങ്ങിയ പ്രപഞ്ചത്തെ എന്തു ചെയ്തിരിക്കുന്നു? രണ്ടാമത് നേടുന്ന അർത്ഥം. അവിടെ എങ്ങനെ? പ്രത്യുമ്ന രൂപേണ. ഭഗവാന്റെ മറ്റൊരു അവതാരമായിട്ടുള്ള പ്രത്യുമ്നൻ, സൃഷ്ടികർമ്മം ചെയ്യുന്നത് പ്രത്യുമ്നനാണ് ഭഗവാന്റെ അതായത് ഭഗവാൻ വിഷ്ണു പ്രത്യുമ്ന രൂപേണ സൃഷ്ടിം കരോതി, പ്രപഞ്ച സൃഷ്ടിം കരോതി. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ഭഗവാൻ പ്രത്യുമ്ന എന്ന് പറയുന്ന അവതാരത്താൽ ആ രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സംഘർഷണമൂർത്തിയായിട്ട് എല്ലാം സൃഷ്ടിക്കപ്പെട്ടതെല്ലാം വലിച്ചെടുത്ത ഈ സാധനങ്ങളെല്ലാം തന്നെ ഭഗവാൻ തന്നെ എന്തു ചെയ്യുന്നു? പ്രത്യുമ്ന രൂപത്തിൽ അവതരിച്ച് വീണ്ടും സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ പോയിപ്പോയ സാധനങ്ങളെല്ലാം, സംഹരിക്കപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ ഭഗവാന് വീണ്ടും ഇവിടെ ഉണ്ടാകുന്നു. എങ്ങനെ? പ്രത്യുമ്ന രൂപം എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവായി ഭവിക്കുന്നു എന്നർത്ഥം. സൃഷ്ടിത, അതുകൊണ്ടാണ് ഇവിടെ സർവവിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഭാനുഹു എന്ന് പറഞ്ഞാൽ സാധാരണ സൂര്യനാണ്, ആദിത്യനാണ്, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആദിത്യൻ. ആദിത്യ രൂപത്തിൽ നമ്മൾ ഭഗവാനെ സാധാരണഗതിക്ക് ആരാധിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചശക്തിയായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഭാനുഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവൻ. എങ്ങനെയാണ് ഭഗവാൻ? എങ്ങനെയാണ്? ഏത് പറഞ്ഞു? സർവവിത്ത് എന്ന് പറഞ്ഞു. ഏത് ഭഗവാനെ സർവവിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവജ്ഞാനി എന്ന അർത്ഥത്തില്ല, സർവജ്ഞാനിയാണ്. ഇവിടെ എന്താണ്? ഭഗവാന് യാൻ സംഹൃതാൻ താൻ പ്രദ്യുമ്ന രൂപേണ സൃഷ്ടിയ ഭഗവാൻ ലഭതേ. എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ സംഹരിച്ച വസ്തുത്തിൽ, അതെന്നാൽ പ്രപഞ്ചം മുഴുവനും പ്രളയത്തിൽ മുങ്ങി. അത് ഭഗവാൻ വിഴുങ്ങി എന്നർത്ഥം, സൃഷ്ടിക്കപ്പെട്ടത് സംഹരിച്ചു എന്നർത്ഥം. ഇവയെല്ലാം തന്നെ പ്രത്യുമ്ന രൂപത്തിൽ ഭഗവാൻ സൃഷ്ടികർമ്മം നടത്തി നേടിയെടുക്കുന്നു എന്നർത്ഥം. അതിനാണ് ഇവിടെ വേദവിത്ത് എന്ന് പറയുന്നത്. ഈ ടേം ഈ ശ്ലോകത്തിന് വീണ്ടും വരുന്നുണ്ട്. അതിന് വീണ്ടും അർത്ഥവ്യത്യാസമുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ പല നാമങ്ങളും പല സ്ഥലത്തും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് അവയ്ക്ക് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭാനുഹു എന്ന് പറഞ്ഞെങ്കിൽ ഭഗവാനോട് സൃഷ്ടി ചെയ്യുന്നു. സോ ഹീസ് ദ ക്രിയേറ്റർ, ഭഗവാൻ സൃഷ്ടികർത്ത. അപ്പോൾ ഇവിടെ ഭഗവാനെ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത്? ഈ സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ, ജീവജാലങ്ങൾ, ഈ പ്രപഞ്ചം മൊത്തം, ഇതെല്ലാം തന്നെ എന്താണ്? വികാരത്തിനടിമ. വികാരം എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ്, മാറ്റത്തിന് വിധേയമാണെന്ന് അർത്ഥം. നശ്യതി അല്ലേ? ഈ സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ തന്നെ സകല ചരാചരാണി നശ്യന്തി, നാശത്തിന് വിധേയമാണ്. പക്ഷേ ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭഗവാൻ ആരാണ്? സ്ഥിരമായിട്ടുള്ളവനാണ്, ആദി അന്തമില്ലാത്തവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ അവികാരഹ, മാറ്റത്തിന് വിധേയമല്ലാത്തവൻ. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ്? ഭാനുഹു എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവനാണ്. എപ്പോഴും സ്ഥിരമായിട്ട് പ്രകാശിക്കുന്നവൻ, മാറ്റമില്ലാതെ പ്രകാശിക്കുന്നവൻ. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട സകല ചരാചരങ്ങൾക്കും
ഈ പ്രപഞ്ചം മൊത്തം മാറ്റത്തിന് വിധേയമാകുന്ന അവസരത്തിൽ തന്നെ ഭഗവാൻ എന്താണ്? സർവനിർമ്മാണമപി, എല്ലാം ഭഗവാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും സൃഷ്ടിക്കുന്നുവെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരം നടക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾക്കെല്ലാം പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചം തന്നെ മാറ്റത്തിന് വിധേയമാകുന്ന അവസരത്തിൽ അവികുർവാണോ, ഭഗവാൻ അവികുർവാണോ ഭാതി, അവികുർവാണെന്ന് വെച്ചാൽ അവികാരക, മാറ്റമില്ലാതെ അവികുർവാണഹ, അവികുർവാണോ ഭാതി, ഭാതി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നു, മാറ്റമില്ലാതെ ഭഗവാൻ പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ ഭാനുഹു എന്ന് പറയുന്നു, എപ്പോഴും പ്രകാശിക്കുന്നവൻ, മാറ്റമില്ലാതെ. പിന്നെയോ വിശ്വക്സേനോ, വിശ്വക്സേന അതിന് മുമ്പ് വന്നിട്ടുണ്ട് പദം. ഭഗവാന്റെ സേനാപതി, ഭഗവാൻ വിഷ്ണുവിൻ്റെ സേനാപതിയാണ് വിശ്വക്സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹ സർവദിക്ഷു സേനാസജ്ജിത സംരക്ഷണാർത്ഥം, ഭഗവാൻ സർവദിക്ഷു എല്ലാ ദിശകളിലും സകല സ്ഥലത്തും അർത്ഥം. സേനാസജ്ജിത, സേനയോടുകൂടി സജ്ജമായി നിൽക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? സർവരക്ഷണാർത്ഥം, എല്ലാത്തിൻ്റെയും രക്ഷണാർത്ഥം. അതാണ് വിശ്വക്സേന. അപ്പോൾ ഇവിടെ പ്രിസർവേഷൻ്റെ, അതായത് പിന്നെ സൃഷ്ടിക്കപ്പെട്ട സാധനത്തിനെ സ്ഥിതി ചെയ്യിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ സംരക്ഷിക്കണം എന്നർത്ഥം. എങ്ങനെ? അപ്പോൾ ആ സംരക്ഷണത്തിൻ്റെ ഒരു ആർമി എന്ന സങ്കല്പമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വക്സേന എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിശ്വക്സേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തന്നെയാണ് വിശ്വക്സേനയുടെ രൂപത്തിലുള്ളത്. അത് നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ഈ കാത്തു സൂക്ഷിപ്പ് ആരാണ് ചെയ്യുന്നത്? സൃഷ്ടിക്കപ്പെട്ട സാധനത്തെയെല്ലാം തുലനമായിട്ട് കേടുകൂടാതെ നിർത്തുന്നത്. അതുപോലെ തന്നെ ദുഷ്ടന്മാരെ ഹനിക്കുക, നശിപ്പിക്കുക, ശിഷ്ടന്മാരെ സംരക്ഷിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഭഗവാൻ അനിരുദ്ധരൂപേണ കരോതി. ഭഗവാന്റെ മറ്റൊരു രൂപമായിട്ടുള്ള അനിരുദ്ധൻ, ആ രൂപത്തിൽ എന്തു ചെയ്യുന്നു? എപ്പോഴും ഈ ഭക്തന്മാരുടെ സംരക്ഷണത്തിനായിട്ടും ലോകത്തിൻ്റെ സംരക്ഷണത്തിനായിട്ടും ഒരു സേനയോടുകൂടി നിലകൊള്ളുന്നു. ആണ് വിശ്വക്സേന. ഭഗവാന്റെ സേനാപതിയായിട്ട് ഈ അനിരുദ്ധൻ തന്നെയാണ്. അതാ സൃഷ്ടി കഴിഞ്ഞ സ്ഥിതി, ഈ സൃഷ്ടിക്കപ്പെട്ട സാധനത്തിനെ തുലനമായിട്ട് നിർത്തുക, പ്രിസർവ് ചെയ്യുക, സംരക്ഷിക്കുക. അത് അനിരുദ്ധൻ്റെ രൂപത്തിൽ, അനിരുദ്ധ രൂപേണ ഭഗവാൻ കരോതി. അതുകൊണ്ട് ആണ് വിശ്വക്സേന. വിശ്വക്സേന എന്ന് പറഞ്ഞാൽ അനിരുദ്ധൻ തന്നെയാണ്. അനിരുദ്ധ രൂപേണ, വിശ്വക്സേന രൂപേണ, അഥവാ വിശ്വക്സേന സേനാധിപതി രൂപേണ. വിശ്വക്സേന എന്ന് പറഞ്ഞാൽ സേനാധിപതി രൂപേണ അനിരുദ്ധൻ തന്നെയാണ് ഇവിടെ വർദ്ധിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പ്രൊട്ടക്ഷൻ, സർവരക്ഷണാർത്ഥം, എല്ലാവരുടെയും രക്ഷയ്ക്കായിട്ട്. പിന്നെയുള്ളത് ജനാർദ്ദന. വിശ്വക്സേനോ ജനാർദ്ദന. യഹ ജനാൻ അർദ്ധയതി, ആരാണോ ജനങ്ങളെ അർദ്ദിക്കുന്നത്, സംഹരിക്കുന്നതെന്നർത്ഥം. ജനാൻ അർദ്ധയതി, സംഹരതി. എങ്ങനെ? ആരെയാണ് സംഹരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്ട്രസ്, നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞത് വിരോധിനഹ, ഭക്താനാം വിരോധിനഹ, ഭക്തന്മാരുടെ ശത്രുക്കളെ, ഭക്തന്മാർക്ക് ദ്രോഹം ചെയ്യുന്നവരെ ഭഗവാൻ എന്തു ചെയ്യുന്നു? നശിപ്പിക്കുന്നു എന്നർത്ഥം. ശിക്ഷിക്കുന്നു. ശിക്ഷാം ദദാതി. അപ്പോൾ ഇവിടെ യഹ ജനാൻ അർദ്ധയതി, ദാറ്റ് ഈസ് ഭക്താനാം വിരോധിനഹ അർദ്ധയതി. ഭക്തന്മാരുടെ വിരോധികളെ, ശത്രുക്കളെ ഭഗവാൻ എന്തു ചെയ്യുന്നു? നശിപ്പിക്കുന്നു. എന്നിട്ടോ ഭക്താൻ സംരക്ഷതി.
ഭക്തന്മാരെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ജനാനർത്ഥം ചെയ്ത് ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് ശത്രുക്കളെയാണ്. അതായത് ഭക്താനം ശത്രുൻ, ഭക്താനാം ശത്രവഹ, ശത്രുക്കൾ, ഭക്തന്മാരുടെ ശത്രുക്കളെ അർദ്ധയതി നശിപ്പിക്കുന്നു, ശിക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ജനാന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനാനർത്ഥം ജനങ്ങളെ ശിക്ഷിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭക്തന്മാരുടെ ശത്രുക്കളായിട്ടുള്ള ജനങ്ങളെയാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ജനാർദ്ദനഃ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ വേദഃ, വേദം എന്ന് പറഞ്ഞാൽ അറിയാം ഭഗവാൻ തന്നെയാണ് വേദം. കാരണം ഭഗവാൻ തന്നെയാണ് വേദങ്ങളുടെ സൃഷ്ടികർത്താവ്. അപ്പോൾ ഇവിടെ ഏത് രൂപത്തിൽ, അതായത് സംഘർഷണഃ ഏവ, സംഘർഷണമൂർത്തി, ഭഗവാന്റെ സംഘർഷണ രൂപം, അത് സംഹാരം നടത്തുന്നവൻ, യുഗാന്ത്യത്തിൽ, അതായത് പ്രളയത്തെ സൃഷ്ടിക്കുന്നതിനർത്ഥം, എല്ലാത്തിനെയും തന്നിലേക്ക് തന്നെ വിലയനം ചെയ്യുന്നവൻ. ആ സംഘർഷണമൂർത്തി തന്നെയാണ് ഭഗവാൻ സംഘർഷണ രൂപിയായിട്ട് എന്തുകൂടി ചെയ്തു? സഹ വേദാൻ ദത്തവാൻ, വേദങ്ങളെ തന്നു എന്നുള്ളതാണ്. അഥവാ വേദസ്യ സൃഷ്ടി അഭി ഭഗവാനേവ സംഘർഷണമൂർത്തിരൂപേണ കൃതവാൻ, ഭഗവാൻ തന്നെ മഹാവിഷ്ണുവാകുന്ന ആ പരമപുരുഷൻ തന്നെയാണ് സംഘർഷണമൂർത്തിയുടെ രൂപത്തിൽ വേദത്തെ ഉണ്ടാക്കിയത്. എന്നിട്ടോ ബ്രഹ്മദേവനെ പഠിപ്പിച്ചത് എന്നർത്ഥം. ബ്രഹ്മദേവനെ സംഘർഷണമൂർത്തി തന്നെയാണ് ഏത് വേദങ്ങൾ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്തത്. സോ സംഘർഷയേവ ദത്തവൻ അഭിജ ബ്രഹ്മദേവൻ പാടിതവൻ, ബ്രഹ്മദേവനെ പഠിപ്പിച്ചതും ആര് തന്നെയാണ്? മഹാവിഷ്ണു സംഘർഷണമൂർത്തി രൂപത്തിൽ. അതുകൊണ്ട് വേദരൂപത്തിൽ ആര് തന്നെയാണ് ഇവിടെ ഭഗവാൻ, അതായത് വേദം എന്ന് പറയുന്ന ഒരു ശക്തി വിശേഷമായിട്ടാണ് നമ്മുടെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ ഏവ വേദരൂപേണ തിഷ്ഠതി, ഈ വേദങ്ങളെ സൃഷ്ടിച്ചവൻ സംഘർഷമൂർത്തിയാണ്. സംഘർഷമൂർത്തി രൂപേണ ഭഗവാൻ വിഷ്ണു. അപ്പോൾ ഭഗവാൻ സംഘർഷണമൂർത്തി രൂപത്തിൽ അവതരിച്ച് എന്ത് ചെയ്തിരിക്കുന്നു? വേദങ്ങളെ സൃഷ്ടിച്ച്, പിന്നെയോ ബ്രഹ്മദേവനെ ഉപദേശിച്ചു, പാടിതവൻ പഠിപ്പിച്ചു. ഇവിടെ വേദരൂപത്തിൽ ഇരിക്കുന്നവനും വേദരൂപേണ ഭഗവാനേവ തിഷ്ഠതി, വേദരൂപത്തിൽ വേദത്തെ സൃഷ്ടിക്കുക മാത്രമല്ല വേദരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാനേവ വേദഃ, ഭഗവാൻ തന്നെയാണ് വേദങ്ങളും. അതുകൊണ്ട് വേദഃ എന്നും ഭഗവാനെ നമ്മൾ വിളിക്കുന്നു. പിന്നെ വേദവിത് അവ്യംഗഃ, വേദവിത്ത് അവ്യംഗഃ. എന്താണ് വേദവിത്ത് എന്ന്? വേദജ്ഞാനി, വേദങ്ങളെ അറിയുന്നവനാണ്. യഹ വേദാൻ ജാനാതി, അതായത് വേദാനാം അർത്ഥം സംശയം വിനാ നിർദോഷം ജാനാതി. ഈ വേദവിത്ത് ഉണ്ടെങ്കിൽ വേദങ്ങളെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ എങ്ങനെയാണ്? സംശയമിന, അതിൻ്റെ അർത്ഥത്തിന് സംശയമില്ല. വേദാനാം അർത്ഥം സംശയം വിന നിർദോഷം ജാനാതി എന്നാണ്. ഒരു സംശയമില്ലാതെ കണ്ടും തെറ്റുകളില്ലാതെ കണ്ടും ദോഷമില്ലാതെ കണ്ടും അതിൻ്റെ പരിപൂർണമായിട്ട് അറിഞ്ഞിരിക്കുന്ന ജ്ഞാനിയാണ് ആര്? ഭഗവാൻ. അതുകൊണ്ടാണ് വേദവിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. വേദവിത് അവ്യംഗഃ, വേദവിത്ത് ഉണ്ടെങ്കിൽ ഈ വേദങ്ങളെക്കുറിച്ച് അറിയുന്നവൻ, നന്നായിട്ട് അറിയുന്നവൻ, ഇടമില്ലാത്ത വിധത്തിൽ അതിനെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ. അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തന്നെയാണ് വേദം, ഭഗവാൻ തന്നെയാണ് വേദത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഈ വേദം എന്ന് പറയുന്നത് എന്തെന്നും ഭഗവാന് അറിയുമ്പോൾ നമ്മൾ സംശയിക്കേണ്ട കാര്യം. അതുകൊണ്ട് വേദവിത്ത് അവ്യംഗഃ, അംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗമുള്ള അംഗം, അംഗാനി. അപ്പോൾ വേദവിത്ത് അവ്യംഗഃ, അംഗമില്ലാത്തവനല്ല എന്നർത്ഥം.
അപ്പോൾ വേദങ്ങളുടെ അംഗം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവാണ്, വേദത്തെക്കുറിച്ചുള്ള അറിവിനെയാണ് പിന്നെ അംഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അതായത് അംഗം, വേദങ്ങളുടെ അംഗം എന്ന് പറയുന്നത് ഒരു 6 ഉണ്ട് പറയാം. അപ്പോൾ അവ്യംഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അംഗഹീനഃ നാസ്തി, അംഗമില്ലാത്തവനല്ല. അംഗം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, വൈദിക ജ്ഞാനം, വേദത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാത്തവനല്ല. വേദങ്ങളുടെ അംഗങ്ങൾ അറിയാത്തവനാണെന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഭഗവാൻ വേദം തന്നെയാണ്, വേദരൂപിയാണ്. അപ്പോൾ വേദങ്ങൾക്ക് അംഗമുണ്ട്. അംഗമില്ലാത്തവനല്ല, അംഗഹീനനല്ല ഭഗവാൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ അംഗം, ഇപ്പോൾ ഇവിടെ വേദത്തെ പരമപുരുഷനെ സങ്കല്പിച്ചിരിക്കുന്നു. അതുപോലെ ഭഗവാൻ തന്നെയാണ് വേദം. അതുകൊണ്ട് വേദാംഗങ്ങൾ, വേദത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാത്തവനല്ല. എന്താണ് ഈ അംഗങ്ങൾ? ഈ അംഗങ്ങൾ എന്ന് പറയുന്നത്, വേദാംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദം തന്നെ ശരീരരൂപം ഉള്ളവൻ, ശരീരമായിട്ടുള്ളവൻ എന്നാണ്. വേദമാകുന്ന അംഗങ്ങളോട് കൂടിയവൻ എന്നർത്ഥമുണ്ട്. ഇവിടെ അവ്യംഗ എന്ന് പറഞ്ഞാൽ അംഗമില്ലാത്തവനല്ല എന്നർത്ഥം. അംഗമില്ലാത്തവനല്ല, അംഗമുണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ വേദത്തെക്കുറിച്ചുള്ള അറിവുണ്ടെന്ന്. ഈ അങ്കാരികൾ 6 ഉണ്ട്. എന്താണ് ഈ വേദത്തെക്കുറിച്ച് കറക്റ്റായിട്ട് പരിപൂർണമായിട്ട് നമുക്ക് വേദത്തിലുള്ള ഈ മന്ത്രങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ 6 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അതിനെയാണ് വേദാംഗങ്ങൾ എന്ന് പറയുന്നത്. വേദാംഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശിക്ഷ, പിന്നെ ഛന്ദസ്, പിന്നെ വ്യാകരണം, പിന്നെ നിരുക്തം, പിന്നെ ജ്യോതിഷം, പിന്നെ കൽപ്പം. ഈ 6 അറിയണം. ഇതിനെയാണ് വേദങ്ങളുടെ അംഗങ്ങളായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ വേദങ്ങളുടെ അംഗങ്ങൾ ഉള്ളവനാണ്. ഭഗവാൻ വേദരൂപിയാണ്. വേദം തന്നെ ശരീരമായിട്ടുള്ളവനാണല്ലോ. അത് വേദം തന്നെയാണ് ഭഗവാൻ. അപ്പോൾ അതിൻ്റെ അംഗങ്ങൾ ഉള്ളവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ അംഗങ്ങൾ ഇല്ലാത്തവനല്ല എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ ഉള്ളവനാണെന്ന് അർത്ഥം. ആ അംഗങ്ങൾ എന്താണ്? വേദത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, അതിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കണമെങ്കിൽ ഈ 6 കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞെങ്കിൽ അത് ഭഗവാൻ അറിയാമെന്ന് അർത്ഥം. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ശിക്ഷ എന്ന് പറഞ്ഞു. ശിക്ഷ എന്ന് പറഞ്ഞെങ്കിൽ ഫോണിറ്റിക്സാണ്. അതായത് ഈ വേദമന്ത്രങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം, അതിൻ്റെ താളം എങ്ങനെയാണ്, ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത്, അറിയാവുന്നത്. ഇതിനു മുമ്പ് മന്ത്രങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. ശ്രീരുദ്രത്തിന് വ്യാഖ്യാനം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ മന്ത്രങ്ങൾ എങ്ങനെയാണ് ഉച്ചരിച്ചിരിക്കുന്നത് യജുർവേദ വിധിപ്രകാരം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ്. ഓരോ വേദങ്ങളും ഓരോ രീതിയിലാണ് അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ ഋതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്നൊരു ശിക്ഷ, അതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിറ്റിക്സാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, ഋതം, അതായത് താളം എന്നിവയൊക്കെ മന്ത്രങ്ങൾ ചൊല്ലേണ്ട രീതികളാണ്. പിന്നെയുള്ള ഛന്ദസ്സാണ്. ഛന്ദസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തം, അതായത് ഏത് വൃത്തത്തിലാണോ ആ മന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത് ആ വൃത്തത്തിൻ്റെ അറിവ്, വൃത്തം പഠിച്ചിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പദ്യങ്ങൾക്കും വൃത്തമുണ്ടെന്ന്. ആ വൃത്തം. പിന്നെയുള്ള വ്യാകരണം, ഗ്രാമറാണ്, പറയേണ്ടതില്ല. പിന്നെയുള്ളത് നിരുക്തമാണ്. നിരുക്തം എറ്റിമോളജി എന്നും പറയുന്നത്. അതായത് ഈ സംസ്കൃതത്തിലെ ഓരോ വേർഡിൻ്റെ റൂട്ട്, അതായത് ധാതുരൂപം, അതറിഞ്ഞിരിക്കണം. പിന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് ഓരോ വേർഡും നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എന്നറിഞ്ഞിരിക്കണം. അതായത് പിതൃ, പിത, പ്രപിത ഇങ്ങനെയൊക്കെ വരും. പിതൃ എന്നുള്ളത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നതാണ് എന്ത്? പിത, പ്രപിത, പിതാമഹ, ഇങ്ങനെ ഓരോ വേർഡും ഇങ്ങനെ ഡിറൈവ് ചെയ്യും. ഡിറൈവ് ചെയ്യുന്ന ദിവസത്തിനും അർത്ഥവ്യത്യാസങ്ങളും വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പ്രത്യേകിച്ചും പഴയ വാക്കുകൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകളും ഇന്ന് ഉപയോഗിക്കുന്ന ആ അർത്ഥത്തിലല്ല, വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ റൂട്ട് വേർഡ്, അതിന് എങ്ങനെയാണ് ഓരോ വേർഡും ഡിറൈവ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് നിരുക്തം എന്ന് പറയുന്നത്. പിന്നെയുള്ളത്
ജ്യോതിഷമാണ്. അതായത് വൈദികമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് സമയങ്ങൾ നമ്മൾ നോക്കണം. വൈദിക വിധിപ്രകാരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പൂജകൾ ചെയ്യുന്നുണ്ട്, യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്താണ്, സമയവും കാലവുമുണ്ട്. തോന്നിയ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. രാഹുകാലത്ത് ചെയ്യാൻ പറ്റില്ല, യമകണ്ഠകാലത്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതൊന്നും വരാത്ത സമയം, ഗുളികകാലം, ഇപ്പോഴും നമ്മൾ നോക്കാറുണ്ട്. ഒരു കാര്യത്തിന് ഇറങ്ങുന്ന ദിവസത്തിൽ ഈ കാലങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു പൂജ തുടങ്ങുന്നതിന്, അല്ലെങ്കിൽ ഒരു ചോറൂണ് കൊടുക്കുന്നതിന്. ഇതൊക്കെ തന്നെ വൈദികമായിട്ടുള്ള ആചാരങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ സമയം മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചിട്ടാണ്. കല്യാണം, അപ്പോൾ മുഹൂർത്തങ്ങൾ നിശ്ചയിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഈ വൈദികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജ്യോതിഷമാണ് ഈ സമയത്തെ നിർണ്ണയിക്കുന്നത്. ജ്യോതിഷം നോക്കിയിട്ടാണ് ഇത് നിശ്ചയിക്കുന്നത്. അപ്പോൾ ജ്യോതിഷം പിടിക്കണം. പിന്നീട് കൽപ്പം എന്ന് പറയുന്നത് ഈ വൈദിക ക്രമങ്ങളുടെ ആചരണമാണ്. അതായത് ഈ വൈദിക ക്രമങ്ങൾ, യാഗങ്ങളും പൂജകളും ഒക്കെ ഏത് രീതിയിൽ ചെയ്യണം എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് കൽപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 എണ്ണം നമ്മൾ പഠിച്ചിരുന്നാലേ ഈ വൈദിക കർമ്മങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വൈദിക ഗ്രന്ഥങ്ങൾ അഥവാ വേദങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ 6 എണ്ണമാണ് വേദത്തിൻ്റെ അംഗമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വേദത്തിൻ്റെ അംഗം എന്ന് പറയുമ്പോൾ വേദത്തെക്കുറിച്ചുള്ള അറിവ് തന്നെയാണത്. അപ്പോൾ ഈ വേദജ്ഞാനം എന്ന് പറയുന്ന അംഗങ്ങളാൽ വിഹീനനല്ല ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇത് അറിയാമെന്ന് അർത്ഥം, ഇതുണ്ട് ഭഗവാൻ എന്ന അർത്ഥം. അടുത്തതിൽ തന്നെ നോക്കാം. ഈ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത് കവഹി വേദാംഗ വേദങ്ങളെ അംഗമായിട്ടുള്ളവൻ ഭഗവാൻ വേദരൂപിയാണ്. അപ്പോൾ ഇവിടെ യസ്യ ശരീരം അഥവാ അംഗം അഭിജ ശരീരം വേദഹേവ, ആരുടെ ശരീരമാണോ അതുപോലെ ശരീര അവയവങ്ങൾ വേദമായിട്ടുള്ളവൻ ആരോ അവനാണ് വേദാംഗ, വേദം അംഗമായിട്ടുള്ളവൻ, ശരീരമായിട്ടുള്ളവൻ ഭഗവാൻ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് വേദാംഗ എന്ന് പറയുന്നത്. പിന്നെ വേദവിത് ഇതിനു മുമ്പ് ഒരു വേർഡ് വന്നിട്ടുണ്ടായിരുന്നു, വേദവിദവ്യംഗോ. ഇവിടെ വേദവിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നർത്ഥം. അവിടെ ആരാണോ വേദങ്ങളെക്കുറിച്ച് പരിപൂർണ്ണ ജ്ഞാനമുള്ളത് അല്ലേ, വേദാംഗങ്ങളെ പഠിച്ചവൻ. ഇവിടെ വേദവിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദൈഹി വേദ്യതേ ഇത് വേദഃ എന്നാണ് പറയുന്നത്. വേദങ്ങളാൽ എന്താണോ അറിയേണ്ടത്, വേദങ്ങൾ പഠിച്ചിട്ട് എന്താണോ നമ്മൾ വേദങ്ങളിൽ നിന്നും അറിയേണ്ടത്, അതിനെയാണ് വേദം എന്ന് പറയുന്നത് എന്നർത്ഥം. മനസ്സിലായാലായിരിക്കും. എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ നിന്ന്, അതായത് നമ്മുടെ ജീവിക്കാനായിട്ട് വേദവിധി പ്രകാരമുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ എല്ലാം തന്നെ അന്തിമ ലക്ഷ്യം മോക്ഷപ്രാപ്തിയേവ, മോക്ഷം തന്നെയാണല്ലോ. അതിനാണല്ലോ ഈ പൂജാതി കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇത് ജനനം മുതൽ വൈദികമായിട്ട് ഒരുപാട് ആചാരങ്ങളുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ 28-നോ മറ്റോ നാമകരണം ചെയ്യും, 11 നാമകരണം, ഇങ്ങനെ. അതുപോലെ ചോറൂണ് കൊടുക്കൽ, അതുപോലെ ഉപനയനം ചെയ്യൽ, അതുപോലെ വിവാഹം കഴിക്കൽ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും വൈദിക കർമ്മങ്ങളാണ്. അത് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വേദങ്ങളിൽ നിന്നും എന്താണോ അറിയേണ്ടത് ഇവയൊക്കെ തന്നെ അറിവാണത്. അതായത് മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ ഭഗവാൻ വേദവിത്താണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അറിയുന്ന കാര്യങ്ങൾ എന്താണ്, വേദങ്ങളിൽ നമ്മൾ എന്താ അറിയേണ്ടിയിരിക്കുന്നു, ആ അറിയുന്ന സാധനങ്ങളുടെ പേരാണിത് ധർമ്മമെന്ന്. ധർമ്മമാർഗ, അതാണ് വേദം.
ധർമ്മമാർഗ. അപ്പോൾ ഇവിടെ വേദവിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മമാർഗത്തെ കാണിക്കുന്നത് ഏതോ അതാണ്, അവനാണ് വേദവിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ വേദവിത്ത് എന്ന് പറയാനായിട്ടുള്ള കാരണം ധർമ്മമാർഗത്തെ കാണിക്കുന്നവനും, കാരണം വേദത്തെ സൃഷ്ടിച്ചതാരാണ്? ഭഗവാൻ. അത് എങ്ങനെ ആചരിക്കുമെന്ന് പഠിപ്പിക്കുന്നതാരാണ്? ഭഗവാൻ തന്നെ. അപ്പോൾ ഇവിടെ ധർമ്മത്തെ അറിഞ്ഞവനും ഈ ധർമ്മത്തെ പഠിപ്പിക്കുന്നവനുമായിട്ട് ആര്? ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഏത് രൂപത്തിൽ? പ്രത്യുമ്ന രൂപേണ സഹ, അതായത് ഭഗവാൻ ജനാൻ വേദധർമ്മം ആചരിതും പ്രേരയതി. ഭഗവാൻ ഈ ധർമ്മമാർഗമായ വേദവിധി അതുപ്രകാരം വേദധർമ്മം ആചരിക്കുന്നതിനായിട്ട് നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല അതിനാചരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നവനുമാകുന്നു ആര്? ഭഗവാൻ. ഏത് രൂപത്തിൽ? പ്രത്യുമ്ന രൂപേണ. അതുകൊണ്ട് ഭഗവാനെ വേദവിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ വേദവിത്ത് കവിഹി. എന്താണ് കവി? കവിത എഴുതുന്നത് കവി. അതല്ല ഇവിടെ ഉദ്ദേശിപ്പെട്ടിരിക്കുന്നത്. കവി, കവിഹി എന്ന് പറഞ്ഞാൽ ക്രാന്തദർശിയായതിനാൽ സഹ ഏവ കവിഹി. യഹ ക്രാന്തദർശി അസ്തി സഹ ഏവ കവിഹി. ക്രാന്തദർശിത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ കാണുന്നതിനെ അപ്പുറം കാണുന്നതെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവിടെ സർവജ്ഞാനി എന്നർത്ഥം. നമ്മൾ കാണുന്നത് നമ്മുടെ കാഴ്ചയല്ല ഭഗവാനത്. അപ്പോൾ സീമാതീതമായിട്ട് കാഴ്ചയുള്ളവനാണ് കവി, അതായത് സർവജ്ഞാനി എന്ന്. കാരണം സൃഷ്ടിയും സ്ഥിതിയും സംഹാരം ആരുതന്നെയാണ് ചെയ്യുന്നത്? ഭഗവാൻ തന്നെയാണ്. എല്ലാം കാണുന്നവനാണ്. സഹസ്രശീർഷ, സഹസ്രാക്ഷ, സഹസ്രഹസ്ത, സഹസ്രപാദ്. ഇതാണ് ഭഗവാൻ. സകല സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ ഭഗവാൻ ക്രാന്തദർശിയാണ്. ക്രാന്തദർശിഹി ഏവ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന മാതിരി നമ്മളെ കാഴ്ചയല്ല ഭഗവാനുള്ളത്. സകലതിനെയും കാണുന്നവനാരോ അവൻ കവി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ശ്ലോകം കൊണ്ട് ചൊല്ലാം. സർവവിദ്ഭാനോർ വിശ്വക്സേനോ ജനാർദ്ദനഃ വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിദ് കവിഃ. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിൽ 15ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഓം നമോ ഭഗവതേ വാസുദേവായ.